തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ നമ്മൾ ചെന്നാൽ എവിടെയും ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള വിളിയായിരിക്കും. ശബരിമലയിൽ പോകുമ്പോൾ നമ്മൾ അയ്യപ്പനെ വിളിക്കില്ലേ, സ്വാമിയേ ശരണമയ്യപ്പ എന്ന്. ഇവിടെ നമ്മളും അറിയാതെ വിളിച്ചു പോവും ഗോവിന്ദനെ ഉറക്കെ ഉറക്കെ. ഇപ്രാവശ്യം ഞങ്ങൾ തിരുപ്പതിയിൽ പോയത് എൻ്റെ ഇളയ ആങ്ങളെയും കുടുംബവുമൊത്തായിരുന്നു. ആങ്ങളുടെ മക്കളായ കുഞ്ഞുങ്ങളായ എൻ്റെ ആരുവും മാമിയും വരെ ഗോവിന്ദനെ മണിക്കൂറുകളോളം വിളിച്ചു ഹരിഗോവിന്ദ എന്ന്. എനിക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല, മറിച്ച് വളരെയധികം സന്തോഷം തോന്നി. എവിടെയും മുഴങ്ങുന്നത് ഗോവിന്ദ ഗോവിന്ദ എന്നാണ്. ഗോ എന്നാൽ ഭൂമി എന്നും പശു എന്നും അർത്ഥമുണ്ട്. വിന്ദൻ എന്നാൽ സംരക്ഷിച്ചവൻ. ഭൂമിയെ വരാഹ അവതാരമെടുത്ത് സംരക്ഷിച്ചവനാണ് ഗോവിന്ദൻ. ഭഗവാന് ഏറ്റവും ഇഷ്ടം ഗോവിന്ദൻ എന്നുള്ള വിളി തന്നെ ആയിരിക്കും അല്ലേ? തിരുമല ക്ഷേത്രത്തിന് ചുറ്റും അനേകം പുണ്യസ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ചക്രതീർത്ഥം. ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്, ചക്രതീർത്ഥത്തിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ തിരുമല സീരീസ് എന്ന് തീരുന്നു? അധികമില്ല, വേഗം അവസാനിപ്പിച്ചേക്കാം. ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ കാണപ്പെടുന്ന പുണ്യതീർത്ഥമാണിത്. ശിലാതോരണത്തിനടുത്ത് നിന്ന് ഒരുപാട് പടികൾ കയറി വേണം ചക്രതീർത്ഥത്തിനടുത്തെത്താൻ. ശിലാതോരണത്തിനെ കുറിച്ച് മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ കാണാൻ ശ്രമിക്കണം. പാറകൾക്കും ഇടതൂർന്ന കാടുകൾക്കും ഇടയിലായി ആണ് ചക്രതീർത്ഥം. ഐതിഹ്യമനുസരിച്ച് ബ്രഹ്മാവ് ആ സ്ഥലത്ത് തപസ് ചെയ്തിരുന്നു എന്നും ആ പ്രദേശം ശുദ്ധീകരിക്കുന്നതിനായി മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം അയച്ചു. ചക്രം വീണെടുത്ത് ആഴത്തിലുള്ള ഒരു കുഴിയുണ്ടായി. മലയിടുക്കിലെ അരുവികളിൽ നിന്നൊക്കെ വെള്ളം കുതിച്ചു കുഴിയിൽ നിറഞ്ഞു. ഇതാണ് ചക്രതീർത്ഥം. ഇവിടുത്തെ പാറകളിൽ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രം, നരസിംഹസ്വാമി, ശ്രീ ആഞ്ജനേയ സ്വാമി ഇവയുടെയെല്ലാം രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്വയംഭൂ ക്ഷേത്രങ്ങളുമുണ്ട്. ഈ പുണ്യസ്ഥലത്ത് എത്തിച്ചേർന്നാൽ മഹാവിഷ്ണുവിൻ്റെ പാദകമലങ്ങളുടെ സാമീപ്യം ലഭിക്കുമെന്ന് വിശ്വാസം. ഭക്തർ ഇവിടെ എത്തി വിശുദ്ധ ജലത്തിൽ കൈകാൽ കഴുകി പാപങ്ങളും ദുഃഖങ്ങളും ശുദ്ധീകരിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ദുഃഖങ്ങളും ഒക്കെ ശുദ്ധീകരിച്ചു. തീർച്ചയായും ശാന്തമായ അന്തരീക്ഷം നമ്മെ ആത്മീയ ആശ്വാസം നൽകാൻ സഹായിക്കും. തുലാമാസത്തിൽ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന ചക്രതീർത്ഥ മുക്കോടി പവിത്രമായ ആഘോഷമായി കണക്കാക്കപ്പെടുന്നു. തിരുമലയിൽ എത്തുന്നവർക്ക് തീർച്ചയായും ഈ സ്ഥലങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നൽകും. ഗോവിന്ദ